നമ്മളെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗായ്സ്. ഈ വീഡിയോ എനിക്ക് ഇതുപോലെ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. എനിക്ക് 27 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ബാക്കി വ്ളോഗിനൊക്കെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ലല്ലൂസ് വ്ളോഗൊന്നും വന്നില്ല. ലല്ലൂസ് വ്ളോഗിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് വിളിക്കുന്നത്. ഏതാണ്ട് SRP മച്ചൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് വിളിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഒരു ബസ്സിൻ്റെ ഞാൻ അല്പം നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ 2 ലൈക്കായി. ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നപ്പം 26 സബ്സ്ക്രൈബേഴ്സേ ഉള്ളായിരുന്നുള്ളൂ. ഇപ്പം എനിക്ക് 27 സബ്സ്ക്രൈബേഴ്സ്. അതുകൊണ്ട് എനിക്ക് ആർത്തിയേരി മൂക്കാനാണ് ഞാൻ ഇങ്ങനെ ഉള്ളത്. എനിക്കൊരു 50K ലൈക്കിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ഈ ലൈക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാൽ പൊളിയായിരിക്കും. എന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം സർ. പി മാറ്റാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യണം നിങ്ങളെല്ലാവരും. അതിൻ്റെ കൂടെ ഫിഷ് ഫൈറ്റർ എന്ന് പറയണ നമ്മളൊരു യൂട്യൂബ് ചാനൽ ഒരാളുണ്ട്. അയാളുടെ പേര് ഏബൽ എന്നാണ്. ഫിഷ് ഫൈറ്റർ അയാളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അത് മീനിൻ്റെ ക്രിയാഫിഷിനെയൊക്കെയാണ് എത്തിക്കുന്നത്. നമ്മൾ സെർപ്പി മച്ചൻ്റെ അവിടെ കരിയേപ്പില വാങ്ങിക്കാൻ പോയിരുന്നു. ചൊവ്വ 10 രൂപയ്ക്ക് കിട്ടും ഗൈസ്. 10 രൂപയ്ക്ക് ബാക്ക് ലോറി വരുന്നുണ്ട് ഗൈസ്. 10 രൂപയ്ക്ക് 10 കരിയേപ്പില കിട്ടും തോന്നുന്നു. നമുക്കിപ്പോൾ തന്നിരിക്കുന്ന 3 3 കുറേ തന്ന്. ഇനി നമ്മൾ ഗൈസ് ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ കരിയേപ്പില വീട്ടിൽ കൊടുത്തിരിക്കുന്നു. ഇനി നമ്മുടെ എബിൻ ഷാറ്റിനെ നോക്കാം. നമ്മൾ എന്നെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ. ഹലോ ഗൈസ്, നമ്മൾ ബസ്സിൻ്റെ ഞാൻ നേരത്തെ എടുത്ത ബസ്. എന്നെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കണം ഗൈസ്. സബ്സ്ക്രൈബേഴ്സും കൂട്ടാൻ വേണ്ടി നോക്കണം. ഇനി സങ്കടമൊക്കെ ഉണ്ട്, എന്നാലും ചെറിയ വിഷമം. ബാക്കി എല്ലാവരും വീഡിയോ ഒക്കെ നല്ല ഇതൊക്കെ ഉണ്ട് സബ്സ്ക്രൈബേഴ്സ്. എങ്ങനെയെങ്കിലും ഒന്ന് ലല്ലു ബ്ലോഗിന് നമ്മളെ ഹാർഡ് വർക്ക് കൊണ്ടാണ്, സർപ്പി ബ്ലോഗിൻ്റെയും നമ്മളെല്ലാവരെയും ഹാർഡ് വർക്ക് കൊണ്ടാണ് ഇപ്പോൾ ലല്ലൂസ് ഇപ്പോൾ കുറേ ലൈക്കും ഷെയറൊക്കെ കണ്ട് പിടിച്ച്. നമ്മൾ എങ്ങനെയൊന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കാം. സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ അടുത്ത് പറ്റുന്ന അത്രയും ചെയ്യുക. നമ്മൾ ഒരു കടയിൽ പോകണം. ആ കടയിലെത്തണം. നമ്മൾ കടയിലെത്താൻ നമ്മളെ വീട്ടിൻ്റെ അടുത്താണ് ഗൈസ് ആ കട. നമ്മൾ നടക്കുകയാണ് കടയിലോട്ട്. ഗൈസ് ഇതാണ് ഞാൻ പറയുന്ന അബി അവിടെ കയറി ഒളിച്ച് കഴിഞ്ഞു. നമ്മൾ കടയിൽ മാവൻ്റെ പേരൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാം.